ഏവരെയും സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കാർഷിക മേഖലയിൽ ഒരു പരിവർത്തനമായി മാറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ട് ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി വലിയ സംഭാവന നൽകുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ആ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച വ്യക്തികളുടെ അനുഭവക്കുറിപ്പും കർഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഇടുകയാണ്. കാരണം ജൈവ കൃഷിയിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് എത്തുവാൻ വേണ്ടി പേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കൂടുതൽ വിളവ് കിട്ടിയില്ലെങ്കിലോ. പക്ഷേ നമ്മൾ രാസവളത്തിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച വലിയ ഭവിഷ്യത്തുകൾ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒരു കൃഷിയെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വേറൊരു വളപ്രയോഗത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ ഒരു ഈൽഡ് ലഭിക്കുന്നതിൽ നിന്നും പെട്ടെന്ന് വേറൊന്നിലേക്ക് മാറുവാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പേടി എല്ലാ കർഷകരിലും ഉണ്ടാവാം. പക്ഷേ രാസവള പ്രക്രിയയിൽ നിന്നും 25% നിന്നും 50% വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ വരുമാന സാധ്യത കൂട്ടുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിൽ മുഴുവനായിട്ട് വിതരണം നടത്തുന്നത്. ആ ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ചും ആ ഉൽപ്പന്നങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ ഒരിക്കൽ കൂടി ഏവരെയും സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേ തന്നെ ഞാൻ ഇവിടെ ഒരു 3 പിക്ചർ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് സുപരിചിതമായ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ മറന്നുപോകുന്ന, അല്ലെങ്കിൽ വരുന്ന തലമുറയിലേക്ക് മറന്നുപോകുന്ന ഒരു 3 ഫോട്ടോയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുന്നത്. ഒന്ന് അംബാസഡർ കാറാണ്, ഒന്ന് നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈലാണ്, ഒന്ന് കൊഡാക്ക് എന്ന് പറയുന്ന ക്യാമറയാണ്. ലോകത്തിലെ മാർക്കറ്റിൽ 80%-ലധികം ഉപയോഗിച്ചിരുന്ന ഉപഭോക്താക്കളുടെ ഒരു കമ്പനി ആയിരുന്നു ഈ 3 കമ്പനി എന്ന് പറയുന്നത്. പക്ഷേ കാലത്തിനനുസരിച്ച് മാറാതിരുന്നപ്പോഴും ടെക്നോളജി വന്നപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ഈ 3 കമ്പനിയിൽ നിന്ന് നമ്മിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ്. അപ്പോ അത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, പണ്ട് മൊബൈൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ നോക്കിയ എന്ന് പറയുന്ന മൊബൈല് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. ആൻഡ്രോയിഡ് എന്ന് പറയുന്ന മൊബൈല് നമുക്കിടയിലേക്ക് വന്നു. അപ്പൊ അത്തരത്തിൽ വന്ന ഒരു സാഹചര്യത്തെ നമുക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ നെറ്റ്സർഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടെക്നോളജിയിലേക്ക് കാർഷിക മേഖലയെയും എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നത് നമ്മുടെ കാരണം ടെക്നോളജി ആക്സെപ്റ്റ് ചെയ്യാത്തത് മൂലം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഒരുപക്ഷെ കാർഷിക മേഖലയിൽ നിന്ന് നിരവധിയായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കർഷകനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും അതിനൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ടെക്നോളജിയിലേക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് നോക്കാം, നമ്മുടെ നെറ്റ്സർഫിന്റെ ഒരു കമ്പനി എന്ന് പറയുന്നത് അജയ് ബയോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. നെറ്റ്സർഫ് റിസർച്ച് ലാബ് ഉണ്ട്. ഓരോ ഉൽപ്പന്നങ്ങളും നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ പരിശോധിച്ചത്, ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മുടെ കർഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ മൈലാബ് എന്ന് പറയുന്ന ഏഷ്യയിലെ തന്നെ നമ്പർ 1 ലാബായ മൈലാബ് ഉണ്ട്. കാരണം കൊറോണ വന്നപ്പോൾ പോലെ കിറ്റ് ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് കൊടുത്ത 7000 രൂപയുടെ മുകളിലേക്ക് ഉണ്ടായിരുന്ന കിറ്റിനെ 500 രൂപയിലേക്കും 250 രൂപയിലേക്കുള്ള സെൽഫ് ടെസ്റ്റിംഗ് കിറ്റിനെ പോലും എത്തിക്കുവാൻ വേണ്ടി സാധിച്ചത് ഏഷ്യയിലെ നമ്പർ 1 ലാബായ മൈലാബിന്റെ പ്രവർത്തനത്തിന്റെ ഇടപെടലുകൾ മൂലമാണ്. അതുപോലെ വൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഒരു ഇടനിലക്കാരും ഇല്ലാതെ കാർഷിക മേഖലയിൽ കർഷകർക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കുന്ന നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടെ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കിട്ടേണ്ട ഡിസ്കൗണ്ടിനെ കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളെയാണ് കാർഷിക മേഖലയിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ, ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയവയെല്ലാം തന്നെ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കാർഷിക മേഖലയിലേക്കും ഇന്ത്യയിലെ ജനങ്ങളിലേക്കും എത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. നമുക്കറിയാം, ഇവിടെ കാണുന്നത് നിരവധിയായിട്ടുള്ള പല കളറുകളിലുള്ള ബോട്ടിലുകളെയാണ്. ഈ ബോട്ടിലുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത് ഖരാവസ്ഥയിലുള്ള
നമ്മുടെ വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ചുരുങ്ങിയ നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയി തന്നെ നമുക്ക് റിസൾട്ട് നമ്മുടെ വളപ്രയോഗം നടത്തി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ജൈവവള രീതിയിലേക്ക് ഇന്ന് കാർഷിക മേഖല ടെക്നോളജിയിലേക്ക് എത്തിയിരിക്കുക. ഒരുപക്ഷെ ഇന്ന് കണ്ണൂരിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ കർണാടകയിലും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഇരുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് സംവദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ടെക്നോളജിയുടെ ഫലമായിട്ടാണ്. ആ ഒരു ടെക്നോളജിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ടെക്നോളജിയിലേക്ക് നമ്മുടെ ഈ ഒരു വളപ്രയോഗത്തിലേക്കും ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത്. കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഗ്രൂപ്പ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. Organic aggregate biofit products are manufactured by Ajay Biotech, approved by EcoCert Inputs, Agriculture University approved products ആണ്. It is ISO certified company ആണ്, GMP certified company ആണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രൊജക്റ്റ് ആണ്, ഇസ്രായേൽ ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബെസ്റ്റ് പ്രൈസ് ആണ്. 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. ഒരു കെമിക്കലും ഇല്ലാതെ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ സസ്യജാലങ്ങൾക്കോ ഒരു പ്രോബ്ലവും ഒരു വിഘാതവും സൃഷ്ടിക്കാത്ത രീതിയിൽ മണ്ണിനെയും മനുഷ്യനെയും മണ്ണിരകളെയും സൂക്ഷ്മജീവികളെയും ചെറുപ്രാണികളെയും ചെറുതവളകളെയും മണ്ണിരകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് നെറ്റ്സർഫിലൂടെ സാധിക്കുന്നു. നമുക്ക് നോക്കാം. ഒരു സസ്യത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളിലൂടെയാണ് സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലൈറ്റ് എനർജിയിലൂടെ ഉണ്ട്, ഓക്സിജനിലൂടെ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിലൂടെ ഉണ്ട്, ഷുഗറിലൂടെ ഉണ്ട്, മിനറൽസിലൂടെ ഉണ്ട്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് സൺലൈറ്റിലൂടെ വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ബയോസ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് സസ്യങ്ങൾക്ക് പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയുള്ള ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവയെല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. അതുപോലെ സസ്യത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ വിഘാതം സൃഷ്ടിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസിലൂടെ ഉണ്ടാകുന്ന വിൽട്ടിംഗ് മീൻസ് കരിച്ചൽ, യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ്, റൂട്ട്സ്, അതുപോലെ ഇൻസെക്ടിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക്, ഡിസീസസ്, വൈറസിന്റെയും ഫംഗലിന്റെയും ഡിസീസസ്, ഓവർഡോസസ്, വാട്ടറിന്റെയും ഫെർട്ടിലൈസറിന്റെയും ഓവർഡോസസ് തുടങ്ങിയവയൊക്കെയാണ്. നമ്മൾ ഇന്ന് ഭൂമുഖത്ത് എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിന് അടിസ്ഥാനപരമായി കൊടുക്കേണ്ട 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നത് മൂലകങ്ങളാണ്. മൂലകങ്ങളെ തന്നെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ. നമുക്കറിയാം ഇവിടെ 3 ബോട്ടിലിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് നമ്മുടെ പ്രധാന മൂലകങ്ങളെ ഒരു 3 ബോട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈൽഡിനെ, അതായത് നമുക്ക് ചെലവ് കുറച്ച് ഈൽഡിനെ വർദ്ധിപ്പിക്കുവാൻ, നാച്ചുറൽ ആയിട്ട് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ, നാച്ചുറൽ ആയിട്ട് മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. ഉദാഹരണത്തിന് നോക്കുവാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇന്ന് 78% വരുന്ന മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഈ നൈട്രജനെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ബാക്ടീരിയകൾ എന്ത് സംഭവിക്കുന്നു? നൈട്രജനെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സസ്യത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നാച്ചുറൽ ആയിട്ടാണ്, കെമിക്കൽ അല്ല. നമ്മളിപ്പോ രാസവളം കൊടുക്കുന്ന വ്യക്തികളാണ്. രാസവളം കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? രാസവളത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, രാസവളം കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ്. കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നതാണ്. എപ്പോഴാണോ അത് എടുക്കുന്നത് അന്നേരം അത് നിലച്ചു പോകുന്ന ഒരു സ്ഥിതി വിശേഷം നമുക്കുണ്ടാകാം. അവയിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് നെറ്റ്സർഫിന്റെ NPK സാധിക്കുന്നു. അസറ്റോബാക്ടർ ബാക്ടീരിയ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നതാണ് ഷേത്ത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നതാണ്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റുന്നതിന് വേണ്ടി, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം പഴയ കാലങ്ങളിലുള്ള മണ്ണിരകളെ നമുക്ക് ഇന്ന് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. മണ്ണിരകളുടെ പ്രത്യേകത എന്താണ്? മണ്ണിര എന്ന് പറയുന്നത് ഒരു കർഷകന്റെ മിത്രമാണ്. താഴോട്ടും മുകളിലോട്ടും സഞ്ചരിച്ച് മണ്ണിന് വായുസഞ്ചാരം കൊടുക്കുന്ന കർഷകന്റെ മിത്രമാണ്. മണ്ണിന് വളക്കൂറുള്ളതാക്കുന്ന കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ. മണ്ണിരകളെ 2 കഷണമാക്കി കഴിഞ്ഞാൽ 2 കഷണവും ജീവിക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിര എന്ന് പറയുന്നത്. ആ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, മണ്ണിരകളിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നു. ഒരുപക്ഷെ നമ്മളെല്ലാവരും തന്നെ ഇന്ന് കുമ്മായ ഉപയോഗിക്കുന്നവരാണ്, ഡോളോമേറ്റ് ഉപയോഗിക്കുന്നവരാണ്,
അതൊക്കെ നമ്മൾ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് എന്ത് സാധിക്കുന്നു? കുമ്മായം ഉപയോഗിക്കാതെ, അതുപോലെ തന്നെ ഡോളോമൈറ്റ് ഉപയോഗിക്കാതെ. കാരണം കുമ്മായത്തിലൂടെയും ഡോളോമൈറ്റിലൂടെയും ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു, സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു, മണ്ണിരകളെ നശിപ്പിക്കുന്നു, ചെറു പ്രാണികളെയും ചെറു തവളകളെ പോലും നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അവയൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു. ലോഡഡ് വിത്ത് ബയോസ്റ്റിമുലൻസ് ആണ്, ന്യൂട്രിയൻസ് ഇൻ അവൈലബിൾ ഫോം ഫോർ ഫാസ്റ്റർ റിസൾട്ട് ആണ്, കോമ്പറ്റബിൾ വിത്ത് ഓൾ ബയോഫിറ്റ് പ്രൊഡക്ട്സിന് കോമ്പറ്റബിൾ ചെയ്യുന്ന 5 ടൺ കാലിവളത്തിന് അനുസൃതമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. നമുക്കൊരു 50 കിലോയുടെ 100 ചാക്ക് വളങ്ങൾ നമ്മൾ കാർഷിക മേഖലയിലേക്ക്, നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എത്ര എക്സ്പെൻസ് നമ്മൾ മുടക്കേണ്ടി വരും? ആ എക്സ്പെൻസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു. 5 ടൺ കാലിവെള്ളത്തിന്റെ മൂലകങ്ങളുടെ ബാക്ടീരിയകളുടെ മിശ്രിതത്തിന് തുല്യമായ സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു മിശ്രിതമാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഷേത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഷേത്ത് NPKയുടെ കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള മിക്സ് ചെയ്തിട്ട് സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ റിസൾട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ಎಷ್ಟು ಉದ್ದ ಐತೆ? ಬಿಡ್ರಿ ಹಿಡಿಬೇಡ್ರಿ. മണ്ണിരകളുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. രാസവളം ഉപയോഗിച്ച് മണ്ണിരകൾ ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് ഷേത്ത്, നമ്മുടെ NPK ഷേത്ത് സ്റ്റിംറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഒരു റിസൾട്ടാണ്, 1 വർഷത്തിനുള്ളിൽ കിട്ടിയ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളങ്ങനെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയ കാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല ഉണ്ടായിട്ടില്ല. വലിയ ഈ ഒരു മണ്ണിരകൾ ഇത്രയും വലിപ്പമുള്ള, അല്ലെങ്കിൽ കർഷകർ രാസവളം മാത്രം കൊടുക്കുന്ന ഒരു തോട്ടത്തിൽ റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് രാസവളം കൊടുത്ത് നശിച്ച് നമ്മുടെ മണ്ണിരകളെ പോലെ നശിപ്പിച്ചു പോയ ഒരു സാഹചര്യത്തിൽ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുവാനും മഞ്ഞളിപ്പിനെ മാറ്റം വരുത്തുവാനും വേണ്ടി നമുക്ക് ആ തോട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുമ്മായും ഡോളോമേറ്റും കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുവേൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിൻ്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിര ഓൾറെഡി താഴോട്ട് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഒറ്റ മണ്ണിര മാത്രമാണ് മുകളിലുള്ളത്. അത്രയും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വളരെ ഓർഗാനിക്കായി മണ്ണിനെ സംരക്ഷിക്കുന്നവയാണെന്നുള്ള ഒരു തിരിച്ചറിവ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. 4 പാത്രങ്ങളിലായിട്ട് നമ്മൾ കക്കപ്പൊടി, അതുപോലെ ഡോളോമേറ്റ്, കുമ്മായം, നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കുമ്മായത്തിലുള്ള ഡോളോമേറ്റിലുള്ള മണ്ണിരകൾ മരിച്ചു വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അത്രയും മണ്ണിനെ മാറ്റം വരുത്തുന്ന സൂക്ഷ്മമൂലങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ഡോളോമേറ്റ്, അതുപോലെ തന്നെ കുമ്മായം എന്ന് പറയുന്നത്. അതിനൊക്കെ മാറ്റം വരുത്തി നമുക്ക് ഷേത്ത് എന്ന് പറയുന്ന NPK എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ pH ലെവൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും. 6.5 to 7.5 എന്ന് പറയുന്ന മണ്ണിന്റെ pH ലെവലിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വയറിൽ വിരകൾ ഉണ്ടാവുന്നത് പോലെയാണ്. എന്താണ് വിരകൾ ഉണ്ടായാൽ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏശാത്ത ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് പിടിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മണ്ണിൽ നമ്മൾ pH ലെവൽ കൺട്രോൾ അല്ലെങ്കിൽ ആ മണ്ണിൽ ദഹന പ്രക്രിയ നടക്കില്ല.
മണ്ണിന്റെ വളങ്ങൾ കൃത്യമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞത് നമ്മുടെ മൂലകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, രണ്ടാമത് വളപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നം നമ്മൾ മനസ്സിലാക്കി, മൂന്നാമതായിട്ട് വരുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നം, ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഉൽപ്പന്നം പച്ച ബോട്ടിൽ, അതായത് ഷേത്തിന്റെ പ്രൊഡക്റ്റിന്റെ കളർ നമ്മൾ മനസ്സിലാക്കി, കറുത്ത കളറാണ്. അതാണ് മണ്ണിന്റെ ഘടനയെ മാറ്റിയെടുക്കുവാൻ, വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുവാനുള്ള ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. പൾവിക് ആസിഡിന്റെയും ഹ്യൂമിക് ആസിഡിന്റെയും ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു CVD എക്സ്ട്രാക്റ്റിന്റെ അടക്കം മിക്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റിംറിച്ച്. ഇന്നത്തെ അതിനൂതന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സോയിലർ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ പിന്നെ സോയിൽ ആപ്ലിക്കേഷൻ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. എന്താണ് റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ? നമുക്കറിയാം, വേര് മുതൽ കായയുടെ സൈസിനെ വരെ മാറ്റം വരുത്തുവാനും അതിനെ സ്വാധീനിക്കുവാനുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഈ സ്റ്റിംറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്ന് പറയുന്നത് സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് 2 വേരുകളാണ്. ഒന്ന് വെളുത്ത വേരുകൾ, 2 കറുത്ത വേരുകൾ. ഈ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. വെളുത്ത വേരുകൾ ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ്? മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സസ്യത്തിന്റെ ഒരു അവയവമാണ് വെളുത്ത വേര് എന്ന് പറയുന്നത്. പക്ഷെ മണ്ണിന്റെ പ്രതലത്തിൽ പോഷകാഹാരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഈ വേരുകൾ മുരടിച്ചു പോകുന്ന ഒരു സാഹചര്യം കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ മാറ്റം വരുത്തി വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി സ്റ്റിംറിച്ച് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. തടിയുടെ, അതായത് കാണ്ഡത്തിന്റെ സൈസിനെ, അതിന്റെ ഉറപ്പിനെ സ്വാധീനിച്ച് ഇലകളുടെ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തി അത് കൃത്യമായി പച്ചപ്പിനെ സ്വാധീനിച്ച് ഇലകളുടെ സൈസിനെയും പച്ചപ്പിനെയും സ്വാധീനിക്കുന്നതിന് വേണ്ടി സ്റ്റിംറിച്ചിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കായയുടെ സൈസിനെ ഒരേ അളവിലാക്കുന്നതിന് വേണ്ടി, കായയുടെ സൈസിനെ ഫസ്റ്റ് ക്വാളിറ്റിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി സ്റ്റിംറിച്ചിന്റെ ഉൽപ്പന്നത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. എ യുണീക്ക് റേഷ്യോ ഓഫ് ദ നാച്ചുറൽ ഫൈറ്റോ ഹോർമോൺസിന്റെ ആണ്. ഹയർ എഫിക്കൻസി ആൻഡ് എൻഹാൻസ്ഡ് ആക്ടിവിറ്റി ആണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇംപ്രൂവ്മെന്റ് ഓഫ് പ്ലാന്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രെസ് റെസിസ്റ്റൻസ്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് പൂക്കാൻ വേണ്ടി, കായ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ കമ്പനി പറയുന്ന ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് നമ്മുടെ കമ്പനി പറയുന്നതും നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിക്കാത്തതും വലതുഭാഗത്ത് ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിന്റെ ജെർമിനേഷൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 90 മുതൽ 92% വരെ വിത്ത് സംസ്കരണത്തിലൂടെ വിത്ത് മുളയ്ക്കുന്നത് നമുക്ക് സ്റ്റിംറിച്ച് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. അതിന്റെ ലീഫ് സ്റ്റേജും അതുപോലെ വെള്ള വേരുകളുടെ പ്രോഗ്രസീവും നമുക്ക് കണ്ടാൽ മനസ്സിലാകും. കൂടുതലായിട്ട് വെളുത്ത വേരുകളും അതുപോലെ വളർച്ചയെ കൂടുന്നതിന് വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് മോർ ബ്രാഞ്ചസ് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജ് കൂടുതലാക്കി ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മുടെ ഗ്രെയിൻ ഫില്ലിങ്ങിലും ഒരേ ക്വാളിറ്റിയിലെ കായകൾ താഴെ മുതൽ മുകളിൽ വരെ എത്തുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. നമുക്ക് നോക്കാം, ഇത് കമ്പനി പറയുന്നതാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ കിട്ടിയ റിസൾട്ടുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. 2021 മുതൽ 2023 വരെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കരയിലെ ബെന്നി സാറിന്റെ തോട്ടത്തിൽ 27 മാസം പ്രായമായ കവുങ്ങ് കുലച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അവിടെ ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റമാണ് നമ്മളിവിടെ വീക്ഷിക്കുന്നത്. എല്ലാ വിളകൾക്കും, ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും നമുക്ക് ഇത് കൊടുക്കാം. പ്യുവർ ഓർഗാനിക് ആയിട്ട് കൊടുത്ത് കൂടുതൽ റിസൾട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും നമുക്ക് ഗ്രൂപ്പുകളിൽ, ഒരുപക്ഷെ ഗ്രൂപ്പിൽ അംഗമായിരുന്നവർ കാണുന്നുണ്ടാവും, ഓരോ കർഷകന്റെ അനുഭവങ്ങളും വീഡിയോകളും അവരുടെ അനുഭവ കുറിപ്പുകളും ഓഡിയോസും നമ്മൾ കാണുന്നത് ഈ പച്ചക്കറികളും അതുപോലെ മറ്റെല്ലാം എല്ലാ ദിവസവും വിളവെടുക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ കുരുമുളക് തൈകളിൽ ഉണ്ടായിരുന്ന റിസൾട്ടാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ മഞ്ഞളിപ്പിൽ ഭയങ്കരമായിട്ടുള്ള കർഷകരിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലത്തിനുള്ള പരിഹാരം നമ്മുടെ നെറ്റ്സർഫിലൂടെ ഉണ്ടാകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാണ്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ മഞ്ഞളിപ്പിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു. ഒരേ തോട്ടത്തിൽ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള കവുങ്ങിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. മഞ്ഞളിപ്പ് മാറ്റം വരുന്നതിന് വേണ്ടി നമുക്ക്
സാധിക്കുന്നു. അതുപോലെ ഇന്റീരിയർ ആയിട്ട് ഇന്ന് ഗാർഡനിങ് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ ഇന്റീരിയർ ഗാർഡനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. ഉള്ളിൽ പോലും മനുഷ്യനോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കോ ഒരു വിഷവും ഇല്ലാതെ വിഷരഹിതമായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ഇന്റീരിയർ വീടിനുള്ളിൽ പോലും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്രോബ്ലവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് നെൽകൃഷിയിൽ ഉണ്ടായതാണ്. നെല്ലിന്റെ റിസൾട്ട് നമ്മൾ ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള തോട്ടത്തിലെ റിസൾട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. അതിന്റെ കണ പൊട്ടിയതും അതോടൊപ്പം തന്നെ ഇടതൂർന്ന് വളർന്നതും താഴെ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതിന്റെ വീഡിയോ കൂടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ആയിരിക്കുന്ന ഫലം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ നീളമുണ്ട്, അതുപോലെ ചിമ്പുണ്ട്, പിന്നെ ചിമ്പിനെല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ട്. ഈൽഡിങ്ങിലാണെങ്കിലും എനിക്ക് എന്നുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അത് ഏലം കൃഷിയിൽ ഉണ്ടായിരുന്ന റിസൾട്ട് ആണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് നമ്മൾ കണ്ടത്. നമസ്കാരം. നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂരിലെ താലൂക്കിലെ മൂച്ചിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കർഷകൻ ഷാജി സാറിന് അടുത്തല്ലേ. അതായത് ഒരു തക്കാളി പറിച്ചിട്ടുണ്ട്. എന്താ ടേസ്റ്റ്! നമ്മുടെ നെറ്റ്സർഫിന്റെ NPK ക്ഷേത്ര സ്റ്റിംറിച്ച് ജൈവ വളങ്ങൾ കൊടുത്ത് വന്ന റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇതിന്റെ ഓണർ ഷാജിയേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ വന്നിട്ട് കഴിക്കും പറഞ്ഞത് ജൈവത്തിന്റെ ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ പുളിയില്ല, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. തക്കാളി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് കേട്ടോ. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ വിളവെടുപ്പിന്റെ തക്കാളിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 60 ദിവസം കഴിഞ്ഞ ഒരു ചെടികളെയാണ് നമ്മളിവിടെ കാണുന്നത്. അത്രയും നല്ല ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെത്. തീർച്ചയായിട്ടും ഇത് പച്ചക്കറികൾക്ക് ഉപയോഗിച്ചാണ്. അവിടെ പറയും മുളകിന്റെ ചെടികൾ നമുക്ക് കാണാൻ പറ്റും. മുളകിന്റെ ഒക്കെ അതിന്റെ നീട്ടം, ഇതിന്റെ വലിപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ നീളം കൂടിയതാണ് വരുന്നത്. ഇതൊക്കെ വളരെയധികം ഗുണപ്രദമുള്ളതാണ്. നമ്മുടെ കൂടെ ഉള്ളത് ബഷീർക്കയാണ്, നമ്മുടെ മലപ്പുറത്തിന്റെ ഏജന്റാണ്. അദ്ദേഹമാണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേക്കാണത്. ആ തെക്ക് ഏകദേശം ഒരു 6 അടി വണ്ണമുള്ള ഒരു തേക്കാണത്. ആ തേക്കിന്റെ താഴെ വെച്ചിരുന്ന കവുങ്ങുകളാണ് ഈ കാണുന്നത്. ഇതും ഞാൻ സത്യത്തിൽ ഞാനത് ഉപേക്ഷിച്ച ഒരു കവുങ്ങുകളായിരുന്നു. പക്ഷേ ഈ ബാക്കി കവുങ്ങുകൾക്കും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇതിനും കൂടെ അപ്ലൈ ചെയ്തു. ഈ കവുങ്ങ് വേഷം മറ്റേതിനോട് അതേപോലെ തന്നെ വളർന്നു വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂമ്പ്, ഈ കൂമ്പിന്റെ വണ്ണം, അതായത് ഈ വരുന്ന കൂമ്പുകളുടെ വണ്ണം നമ്മൾ സാധാരണ ഉള്ള വളം ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ണത്തെക്കാൾ കൂടുതലാണ് ഇതിന്റെ ഒരു കൂമ്പിന് വണ്ണം. നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങളായ സ്റ്റിംറിച്ച്, ഷേത്ത്, NPK, ഈ 5 വളങ്ങളും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള കണക്കിന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒഴിച്ചതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഈ തെങ്ങിന് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂമ്പ് ചീഞ്ഞ് നശിച്ചു എന്ന് കരുതിയ ഒരു തെങ്ങാണ് ഈ കാണുന്നത്. ഇതായി താഴത്തെ ഇതാണ് നമ്മുടെ പഴയ തെങ്ങ്. അതിന് 2 മടൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇത് തെങ്ങ് പോയി എന്നുള്ള കണക്കൂടൽ ഞാൻ ഇതിനൊരു ലെവലേശം പോലും വെള്ളം കൊടുത്തിരുന്നില്ല.
ഈ കവുങ്ങ് നനയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിലും പിന്നെ ഇതിന് ഒട്ടും വെള്ളം, കാരണം ഇത് പോയതെങ്ങാണല്ലോ എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ നമ്മുടെ ഈ കവുങ്ങിന്റെ സമയം നട്ട റിസൾട്ട് നമ്മൾ കണ്ടത്. 2 കണ്ടത്തിലെ നെൽവയലാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സ്റ്റിംറിച്ചും അതുപോലെ തന്നെ NPKയും അതുപോലെ തന്നെ ഷേത്തും ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട്, ഇത് ഉപയോഗിക്കാതെ രാസവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു കണ്ടത്തിലെ റിസൾട്ട്, ഇത് കർഷകർക്ക് ഇത് കാണുവാൻ വേണ്ടി സാധിക്കും. ഇനി വരുന്ന ഒരു കാർഷിക മേഖലയിലെ ഒരു മാറ്റം. നെൽവയൽ നമ്മൾ നേരത്തെ ഫോട്ടോ കണ്ടു, അതിന്റെ അതേ തോട്ടത്തിലെ ഒരു നെൽവയലിന്റെ റിസൾട്ട് ആണ് നമ്മളിവിടെ കണ്ടത്. രാസവളം മണ്ണ് പരിശോധിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് റബ്ബറിന്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ നെറ്റ്സർഫിൻ്റെ ഈ വളത്തെക്കുറിച്ച് നിതീഷ് സാറിൻ്റെയും ജോസേട്ടൻ്റെയും നിന്നൊക്കെ അറിഞ്ഞതിൻ്റെ ഫലമായി ഞാനിപ്പോൾ ആ വളമാണ് 100 മരത്തിന് ഞാൻ അപ്ലൈ ചെയ്തത്. 2 മരത്തിൻ്റെ ഇടയിൽ 2 ലിറ്റർ വീതം ഈ സൊല്യൂഷൻ ഒഴിച്ചു. അതിനുശേഷം എനിക്ക് കഴിഞ്ഞ വർഷം 8 ഷീറ്റ് ലഭിച്ചത് ഈ വർഷം എനിക്ക് 16 ഷീറ്റ് ലഭിച്ചു. അതുകൂടാതെ ഒരു 3-4 കിലോ രണ്ടാം പാലായിട്ട് ഉള്ള ചിരട്ടപ്പാലും പിന്നെ ഊട്ടുപാലും ആയിട്ട് ലഭിക്കുകയുണ്ടായി. പിന്നെ ഇലയ്ക്ക് കേടില്ല, മരുന്നടിക്കേണ്ട ആവശ്യമില്ല. റബ്ബറിന് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഞാൻ കവുങ്ങിന് ഉപയോഗിച്ചു. 2 വർഷമായി കവുങ്ങിന് ഒഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ നല്ല ശക്തിയായി കയറി വരുന്നുണ്ട്. തെങ്ങിനെല്ലാം ഞാൻ അത് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ പ്ലാവിനും രാസവളം മണ്ണ് പരിശോധിച്ച് ഞാനിപ്പോൾ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നെറ്റ്സർഫിൻ്റെ. എന്നെ സംബന്ധിച്ചോളം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ഞാനിത് കണ്ടെത്തുന്നത്. അടയ്ക്കാണെങ്കിൽ വലിപ്പമുണ്ട്. അടയ്ക്ക് നേരത്തെ നമ്മുടെ അടയ്ക്ക എന്ന് പറഞ്ഞാൽ പൊട്ടുന്നുണ്ടായിരുന്നു അടയ്ക്ക. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അടയ്ക്ക ഈ വർഷമൊന്നും പൊട്ടി കണ്ടിട്ടില്ല. അടയ്ക്കാണെങ്കിൽ വലിപ്പവും കൂടുതലുണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടയ്ക്കൊക്കെ വലിപ്പം കുറവായിരുന്നു. ഈ പ്രാവശ്യം ഈ അടയ്ക്ക വിരിച്ചപ്പോൾ അടയ്ക്കക്കാരെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യക്കാലം അടയ്ക്കൊക്കെ വലിപ്പമുണ്ടല്ലോ എന്നിങ്ങനെ അഭിപ്രായം പറയുകയും ചെയ്തു. അതൊക്കെ ഈ നെറ്റ്സർഫ് ഞാൻ വേറൊന്നും ഈ 3 വർഷമായിട്ട് ഇപ്പോൾ പറഞ്ഞ് കയറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇച്ചിരി യൂറിയ മസൂരി പൊട്ടാഷും പിന്നെ ഇച്ചിരി എന്തെങ്കിലും ചാണകപ്പൊടിയോ അങ്ങനെ കൊണ്ട് ഇട്ടുകൊണ്ടിരുന്നായിരുന്നു. അതെല്ലാം നിർത്തി ഇട്ടതിന് ശേഷം നല്ല റിസൾട്ടാണ് ഇപ്പോൾ കണ്ട്. നല്ല പച്ചപ്പുണ്ട്. ഇതിന് കണ്ടാൽ തന്നെ നല്ലൊരു ഉഷാറ് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ലേബർ കോസ്റ്റൊക്കെ വളരെ കുറവ് തന്നെ തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 600 കവുങ്ങുണ്ട്. 600 ചെറുതും 600 കവുങ്ങുണ്ട്. നമ്മൾ രാവിലെ 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് ഒഴിച്ചു. 3 പേരുണ്ട്. വെച്ചു തോട്ടിൽ നിന്ന് വെള്ളം പൊക്കിക്കൊണ്ട് വന്നിട്ടാണ് ഒഴിക്കുന്നത്. നിങ്ങളുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നവരുടെ ചെറിയ അനുഭവ കുറിപ്പുകളാണ് കർഷകരിലേക്ക് ഇട്ടത്. അത് ജസ്റ്റ് ഒന്ന് പിന്നെ ഗൂഗിളിൽ നമ്മളെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കത് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഈ യൂട്യൂബിലേക്ക് മീറ്റിംഗിലേക്ക് പറ്റാത്തത് കൊണ്ടാണ് യൂട്യൂബിൽ മുഴുവൻ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വളപ്രയോഗത്തിന് വേണ്ടത്. അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ ബയോ90 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് നമ്മുടെ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗമ്മർ സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ സ്റ്റിംറിച്ചിന്റെ കൂടെ ഇൻടാക്ടിന്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്തായിട്ട് വരുന്ന നമ്മുടെ കീടങ്ങളെ പ്രതിരോധിക്കുക. കണ്ണിൽ കാണുന്ന കീടങ്ങളെയും പാറ്റകളെയും നമ്മുടെ പുഴുക്കളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ ഇത് മിക്സ് ചെയ്തതിനോടൊപ്പം തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml 10,000 ppm ഉള്ള നീം ഓയിലും ബയോ90 മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്ന മുഞ്ഞ അടക്കമുള്ള നമ്മളെ ചെറു പ്രാണികളെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ
സസ്യങ്ങളെ ഫംഗസിൽ നിന്നും മുക്തമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു ഫംഗസ് രഹിത മഹാളി അടക്കമുള്ള മറ്റു രീതിയിലുള്ള അഴുകല്, ചീയല് പോലുള്ള മഞ്ഞളിപ്പിനെ പോലുള്ള ഫംഗസ് മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റാപ്പപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ആയിട്ട് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ഇത് സോയിൽ ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ സ്പ്രേയും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. എൻകൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ ഇന്ന് റൗണ്ടപ്പ് അടക്കമുള്ള നിരോധിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഓർഗാനിക് ആയിട്ട് വീടിനെ, കളകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഓർഗാനിക് ആയിട്ട് കളനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇത്രയുമാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് വന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. കൃത്യമായി മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുക. ബാക്ടീരിയൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മുടെ കെമിക്കൽ രഹിതമായ ഡ്രമ്മുകളും സ്പ്രേയും ബക്കറ്റും അതുപോലെ തന്നെ മഗ്ഗും നമ്മൾ ഉപയോഗിക്കുക. കാരണം മഗ്ഗ് അതുപോലെ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സോപ്പ് പൊടിയോ ഉപയോഗിച്ചതുപോലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അവയൊക്കെ കെമിക്കലാണ്. ഇത് ശരിക്കും ഒരു ജീവാണു വളമാണ്, ഒരു നാച്ചുറൽ വളമാണ്. അതിന് നമ്മൾ കെമിക്കലുമായി ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ വീര്യം നഷ്ടപ്പെടുന്നു, അതിലൂടെ നമുക്ക് റിസൾട്ട് ഇല്ലാതിരിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കേണ്ട 1 ലിറ്റർ ഉപയോഗിക്കേണ്ടടുത്ത് 4 ലിറ്റർ ഉപയോഗിക്കേണ്ടടുത്ത് 1 ലിറ്റർ ഉപയോഗിക്കുക. 1 ലിറ്റർ സ്റ്റിംറിച്ച് ഉപയോഗിക്കേണ്ടടുത്ത് മറ്റു രീതിയിൽ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ അറിയാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ റിസൾട്ട് വരിക. നിങ്ങൾ ഉപയോഗിക്കുന്നതിനെ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കുക, അതിന്റെ റിസൾട്ടുകൾ എടുക്കുക. ഇതാണ് നമ്മുടെ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് CFC. അതുപോലെ തന്നെ CFC പ്ലസ് എന്ന് പറയുന്നത് 36ലധികം വരുന്ന വിറ്റമിൻസും പ്രോട്ടീൻസ്, എൻസൈംസ്, ഹെർബ്സ്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സും ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. പശുക്കൾക്ക് ആണെങ്കിൽ 10 മുതൽ 15% വരെ നമ്മുടെ പാല് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. പശുവിന്റെ ചാണകത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു. പാലിന്റെ റീഡിങ്, പാലിന്റെ കൊഴുപ്പ് അവയൊക്കെ മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു. വലിയ ഒരു പശുവാണെങ്കിൽ 10 മുതൽ 15 ഗ്രാം വരെ നമ്മൾ കൊടുക്കണം. ഡെയിലി 5 to 7 ഗ്രാം നമ്മളെ ആടിനൊക്കെ കൊടുക്കാം. ചെറിയ കിടാങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. കോഴിക്കാണെങ്കിൽ 1 ടൺ ഫീഡിന് 250 ഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ഇടവേളകളിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വളർച്ചയെയും അതുപോലെ തന്നെ ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഫിഷ് ഫാമിംഗ് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ആ കേരളത്തിന്റെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമാണ് അക്വാ ക്ലിയർ, അക്വാ ഫീഡ്, അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ജലത്തെ ക്ലിയർ ചെയ്ത് നമ്മളെ കൃത്യമായിട്ടുള്ള ജലത്തെ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അക്വാ ക്ലിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഫിഷിന്റെ ഫീഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റ് ആണ് അക്വാ ഫീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജലത്തിന്റെ മണ്ണിന്റെ pH ലെവൽ പോലെ തന്നെ ജലത്തിന്റെ pH ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ജലത്തിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് അക്വാ കൾച്ചർ എന്നിങ്ങനെയുള്ള 3 ഉൽപ്പന്നങ്ങളും ജലത്തെയും ജലത്തിന്റെ ക്ലിയർ ചെയ്യുന്നതിനും ജലത്തിന്റെ pH ലെവലിനെയും അതുപോലെ ജലത്തിന്റെ മീനിന്റെ ഫിഷിന്റെ ഫീഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ അക്വാ ക്ലിയർ, അക്വാ കൾച്ചർ, അക്വാ ഫീഡ് എന്നിങ്ങനെയുള്ള ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക. ഉപയോഗിച്ച കർഷകരുടെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ചെറിയ ചെറിയ വീഡിയോസിലൂടെ എത്തിച്ചത്. അത് നിങ്ങളിലേക്കും എത്തുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിലൂടെ കൂടുതൽ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. കർഷകർ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ്. കർഷകരാണ് ഇത് ഏറ്റെടുക്കുന്നത്. കർഷകർക്ക് മണ്ണിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, സസ്യത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ വിളവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ആശങ്കയും കൂടാതെ നിങ്ങളെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുക. കൂടുതൽ മികവിലേക്ക് എത്തുക, കൂടുതൽ വളർച്ചയിലേക്ക് എത്തുക, കൂടുതൽ ഉയർച്ചയിലേക്ക് കാർഷിക മേഖലയെ കൊണ്ടുവരാം. ഇന്ന് മനം മടുക്കുന്ന കർഷകരിൽ നിന്നും സന്തോഷവാനായ ഒരു കർഷകനിലേക്ക് മാറ്റുവാനുള്ള ഒരു പ്രക്രിയയിൽ നമുക്കും പങ്കാളികളാവാം. 40 തെങ്ങിൽ നിന്നും 800 തേങ്ങയിൽ നിന്നും 1350 തേങ്ങയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ 1 കിൻഡൽ അടക്ക കിട്ടുന്നിടത്ത് 2 കിൻഡൽ അടക്ക കിട്ടുന്ന ഒരു കർഷകനായി മാറുവാൻ നെറ്റ്സർഫ് ഉപയോഗിക്കുന്ന ഒരു കർഷകന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, 25 ഷീറ്റിൽ നിന്നും 50 ഷീറ്റിലേക്ക് ഒരു കർഷകന് എത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതയാണ്. ആ ഉൽപ്പന്നത്തിന്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ പ്രത്യേകതയാണ് മണ്ണിരകളെ തിരിച്ചെടുക്കുവാൻ, ചെറു പ്രാണികളെ തിരിച്ചെടുക്കുവാൻ, മണ്ണിന് നഷ്ടമായ മൂലകങ്ങളെ തിരിച്ചെടുക്കുവാൻ
കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ആത്മവാക്യത്തെ ഇടനെഞ്ചിലേറ്റി പിടിച്ചുകൊണ്ട് നന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളെ നമ്മൾ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി, കുറെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് ഒന്നായി പ്രവർത്തിക്കാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജയസിസ്. ഇത്രയും നേരം ജയ് നെറ്റ്സർഫ് ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദിയോടെ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇനി നമ്മളുമായിട്ട് സംവദിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ 6 മാസത്തിലധികമായി ഉപയോഗിക്കുകയും അത് മറ്റുള്ളവർക്ക് കൊടുത്ത് കൂടുതൽ റിസൾട്ടുകൾ ഏറ്റെടുക്കുകയും ചെയ്ത കേരളക്കാരനും അതോടൊപ്പം തന്നെ കർണാടകയിൽ ഈ ബിസിനസിന്റെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിരവധിയായിട്ട് റിസൾട്ട് എടുത്ത പ്രിയപ്പെട്ട സാബു സാറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനോട് ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും ഈ എക്സ്പീരിയൻസ് കൂടെ കേൾക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്, ശുഭരാത്രി. താങ്ക് യു. നിതീഷ് സാർ, ഗുഡ് ഈവനിങ്. ഹലോ ഹലോ പ്രിയ നെറ്റ്സർഫ് കർഷക സുഹൃത്തുക്കളെ, കേൾക്കാമോ സാർ? സാർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ 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 താങ്ക് യു സാർ. ഇന്ന് നമ്മുടെ നിതീഷ് സാറ് നെറ്റ്സർഫിന്റെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതികളും ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. എൻ്റെ പേര് സാബു എന്നാണ്, രവി സാബു. ഞാൻ കേരളത്തിലെ കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ളതാണ്. ഞാനിപ്പോൾ കർണാടകയിലെ ഒരു കമ്പനിയിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പമാണ് കർണാടകയിൽ ഈ നെറ്റ്സർഫിന്റെ കുറെ പ്രൊഡക്റ്റുകൾ കർഷകരെ പരിചയപ്പെടുത്തുന്ന സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞപ്പോൾ അത് കാണുകയും അതെനിക്ക് ഇൻട്രസ്റ്റ് തോന്നുകയും അങ്ങനെ ആ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങുകയും അത് ഉപയോഗിച്ച് എനിക്ക് കുറെ നല്ല റിസൾട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഈ കമ്പനിയെ കുറിച്ച് ഞാൻ അന്വേഷിക്കുകയും, അത് പൂനെ ബേസ്ഡ് കമ്പനിയാണ്. അപ്പൊ പൂനെയിലൊക്കെ എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കമ്പനിയൊക്കെ കുറെയൊക്കെ സത്യസന്ധമായ ഒരു കമ്പനിയാണ്. 22 വർഷമായി വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. കർണാടകയിൽ ഏകദേശം ഒരു 6-7 വർഷമായി ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയും, അപ്പൊ ഞാനങ്ങനെ കേരളത്തെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു, കേരളത്തിലുണ്ടോ ഇല്ലയോ. അപ്പൊ അങ്ങനെയാണ് കർണാടക സംസാരിക്കുകയും മലയാളം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദാമോദർ സാറിനെ പരിചയപ്പെടുകയും, അപ്പോഴങ്ങനെയാണ് കക്ഷി പറഞ്ഞത് അങ്ങനെ ഉണ്ട് ഇവിടെ കേരളത്തിലെ നിതീഷ് സാറാണ് എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്, നിതീഷ് സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് എടുക്കുകയും, പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ കർണാടകയിൽ നിന്ന് തന്നെയാണ് പ്രൊഡക്റ്റ് എടുത്തത്. ഞാൻ കർണാടക ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് ഞാൻ ലീവിന് നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ കുറേയൊക്കെ പ്രൊഡക്റ്റിന്റെ നല്ല ഗുണങ്ങൾ കണ്ടു. കാരണം ജൈവവളമാണ് ഒന്ന്, പിന്നെ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി നോക്കിയപ്പോൾ ഒരു സത്യസന്ധമായ കാര്യങ്ങളാണ് കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചത്. ഏകദേശം ഉപയോഗിക്കുകയും അതിനോടൊപ്പം ഈ കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ഈ കമ്പനി കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തില് ഫേസ്ബുക്കിലൂടെയും അങ്ങനെ പല രീതിയിലും പല പല കമ്പനികളാണ് വരുന്നത്. ഹോമിയോ അത് ഇത് എല്ലാം വന്ന് ജനങ്ങളെ പറ്റിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരെ ജനങ്ങളെ പറ്റിച്ചിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള. ഞാനൊരു എംപ്ലോയി ആണ്. എനിക്ക് പൈസ ഇതുവഴി ഉണ്ടാക്കണമെന്ന ചിന്തയില്ലായിരുന്നു. പക്ഷെ ഇത് കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിലൂടെ ആൾക്കാരെ ജോയിൻ ആകുകയും അവർക്ക് താല്പര്യം വരികയും അങ്ങനെ ഏകദേശം ഞാനൊരു 5.5-6 മാസമായി. നിതീഷ് സാർ പറഞ്ഞ കറക്റ്റാണ്, 5.5-6 മാസമായി ഞാൻ ഈ കമ്പനി ജോയിൻ ചെയ്യും. ഏകദേശം ഒരു 82-83 കസ്റ്റമേഴ്സിന് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കാൻ എനിക്ക് കേരളത്തിൽ കഴിഞ്ഞു. കർണാടകയില് ഒരു ഏകദേശം ഒരു 40-42 പേർക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെയൊക്കെ ഉപയോഗിച്ചവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടി. കർണാടക എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയുടെ ആ ഫീൽഡിലാണ് ചെയ്തത്. ഞാൻ ധൈര്യമായി കൊടുക്കുക, നല്ല പ്രൊഡക്റ്റ് ആണ് കൊടുക്കുക. അപ്പൊ കാരണം ഞാൻ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ആൾക്കാര് കർഷകരാണ്, അവർ ഏറ്റെടുക്കണമെങ്കിൽ നമ്മളൊരു വിശ്വാസം വേണം. നമ്മൾ പറഞ്ഞ് പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ കാണുന്നു, അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ കൊടുത്തു. ഏകദേശം ഒരു 10-100ഓളം ആൾക്കാർക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു. അതിനകത്ത് മാക്സിമം ആൾക്കാർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ആൾക്കാരൊക്കെ വീഡിയോ അയക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് അയക്കുന്നുണ്ട്. പിന്നെ ഗുണങ്ങൾ കിട്ടുമ്പോൾ ആൾക്കാരെല്ലാരും പറയത്തില്ല, എന്തായാലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയും.
അപ്പോൾ ആ പ്രോബ്ലം ഉള്ളവരുടെയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും എന്താണ് നിങ്ങൾ ഉപയോഗിച്ച രീതിയാണോ. കാരണം ഒരു കമ്പനി 22 വർഷമായി ഇന്ത്യയിലുള്ള ഒരു കമ്പനി ഇത്രയും നാൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ കമ്പനിയുടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ക്വാളിറ്റി കറക്റ്റ് അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരു കമ്പനിയും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇന്ത്യയിൽ. കാരണം നമ്മളൊക്കെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിലും വലിയ അഡ്വാൻസ്ഡ് ആണ് നമ്മളെ മലയാളികൾ, അല്ലേ? എനിക്കറിയാം. അപ്പോ ഒരു കമ്പനിക്കും അങ്ങനെ പിടിച്ചിരിക്കാൻ ഒരാളെയും പറ്റിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു കാലത്തും ഒരാളെ പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ഇതായ എല്ലാം നമ്മൾ ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവര് പ്രൊഡക്റ്റ് എടുക്കും. ഇന്നും കണ്ണൂരിലുള്ളതും കൊല്ലത്തുള്ളതും ട്രിവാൻഡ്രത്ത് എനിക്ക് ഇവിടെ കർണാടകയിലും ആൾക്കാർ എന്നെ വിശ്വസിച്ചെടുക്കുന്നത് ആ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് ആണ്. അതാണ് ആ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നല്ല പ്രൊഡക്റ്റാ തോന്നി കൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും ഒരുങ്ങിയത്. ഇപ്പോ നല്ല റിസൾട്ട് കിട്ടി. പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ കിട്ടി. എനിക്ക് തെങ്ങിനൊക്കെ നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ ഞാൻ കൊടുത്ത ആൾക്കാരുടെ റിസൾട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു സന്തോഷമാണ് വരുന്നത്. ഇതിനകത്തൊക്കെ നെസർപ്പിലൊന്നും വർക്ക് ചെയ്യുമ്പോൾ വലിയ കമ്മീഷനൊന്നും ഇല്ല, 10% ഉള്ളു. എങ്കിൽ പോലും ഈ കർഷകരുടെ സന്തോഷം കാണുമ്പോൾ വളരെ ഈ 10% അല്ല, ഒരു 100% നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന മാതിരിയുള്ള തോന്നല്. അത് മാത്രമേ ഉള്ളൂ എൻ്റെത്. അതാണ് എൻ്റെത്. ഓക്കെ നിതീഷ് സാർ, ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നമസ്കാരം. ഞാന് മനസ്സ് തുറന്ന് പറഞ്ഞ ഇതാണ്, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ല, നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് ഇമ്പോർട്ടൻസ്. ആ സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ നെറ്റ് സർഫിലൂടെ. ഓക്കെ സതീഷ് സാർ, ബൈ. ഓക്കെ, താങ്ക് യു ഹലോ. സാർ. വളരെ മനോഹരമായിട്ട് നമ്മുടെ കർഷകർക്ക് മുന്നിലേക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത കർണാടക, നമ്മുടെ കണ്ണൂർ, കേരള, കൊല്ലം സ്വദേശിയും അതോടൊപ്പം തന്നെ കർണാടകയിൽ ജോലി ചെയ്യുകയും നമ്മുടെ നെറ്റ് സർഫ് ഇന്ന് കർണാടകയിലും കേരളത്തിലും രാജസ്ഥാനിലടക്കം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുത്ത് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട സാബു സാറിനുള്ള നന്ദിയും, അതോടൊപ്പം തന്നെ കർഷകരെ പ്രിയമുള്ളവരെ ഇത് അനുഭവങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പകർത്തുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നമുക്ക് ഇപ്പൊ ചോദിക്കാൻ ഒരു 2 മിനിറ്റ് സമയമുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇതിലിപ്പോ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ പറയാം. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ചെറിയ തരം തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഉള്ള വളം എങ്ങനെയാണ് നിങ്ങൾ സ്ഥലം ഒന്ന് പറയൂ. ഇത് കണ്ണൂർ ജില്ലയാണ്, പാനൂര്. പാനൂര്. ആ, ഓക്കെ, പറയൂ, എന്താണ് സർ? ചെറിയ, അത്ര അധികമൊന്നുമില്ല, ചെറിയ സ്ഥലമേ ഉള്ളൂ. കുറച്ച് തെങ്ങും കവുങ്ങും ഒക്കെ ഉണ്ട്. കായ്ച്ചു തുടങ്ങിയിട്ടില്ല, തുടങ്ങിയതുകൊണ്ട്. അപ്പൊ അതിനെ പറ്റിയ വളം നിങ്ങൾ അയച്ചു തരിക, എങ്ങനെയാ അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്? അത് പാനൂര് നമ്മുടെ അവിടെ നഴ്സറി നടത്തുന്ന ഒരു പ്രസാദ് സാർ ഉണ്ട്, അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്താൽ മതി. എന്റെ നമ്പർ ഒന്ന് വിളിച്ചാൽ മതി. പേര് പ്രസാദ് എന്നാണ്. എന്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രസാദ് എന്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ തരാം. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമ്പർ തരാം. 8547 666622 666611 അല്ലേ? 22 ലാസ്റ്റ് 85 47 66 66 22. വെള്ള ഈച്ചക്ക് എന്തെങ്കിലും പ്രതിരോധ മരുന്നുണ്ടോ? ഈ പറങ്കി പച്ചക്കറി സാധനത്തിനൊക്കെ വന്നിട്ട് വെള്ള ഈച്ച എല്ലാത്തിനും ഉപയോഗിക്കാം. കീടങ്ങൾക്കുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ നമുക്ക്. അവിടെ പ്രസാദിന്റെ അടുത്തുണ്ടോ അല്ലെ? അവിടെ ചോദിച്ചാൽ യെസ്. 2-3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ശരി. പ്രസാദ്. അവര് പറയും. മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ശരി. അപ്പൊ ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും
നന്ദി, നമസ്കാരം. ഇപ്പൊ ഫാമിലി